Hi all, welcome back to Tutorium Online, Kerala's #1 coaching institute for commerce and humanities. I am Gowripriya. I am a first year law student at the National Law University Odisha. So ഇന്ന് നമ്മൾ CLAT preparation സീരീസിൽ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡിംഗ് ചെയ്യേണ്ടത്, എങ്ങനെ എഫക്റ്റീവായിട്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് ചെയ്യാം, നമ്മുടെ CLAT പ്രിപ്പറേഷൻ അത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ, എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് ന്യൂസ് പേപ്പർ വായിക്കണം? ജസ്റ്റ് ആ ഒരു എൻറ്റയർ ബുക്കിലെറ്റ് വായിക്കുന്നതാണോ, അതോ അതിനെ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് രീതിയിൽ അപ്രോച്ച് ചെയ്യണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള കൺഫ്യൂഷൻ കാണും അല്ലേ? സോ നിങ്ങൾ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഫ്രണ്ട് പേജ് ടു ബാക്ക് പേജ് വായിക്കുകയാണോ, അതോ എഡിറ്റോറിയൽ ആദ്യം വായിക്കുകയാണോ ചെയ്യുന്നത്, അതോ ബാക്ക് പേജ് ടു ഫ്രണ്ട് പേജ് വരെയാണോ ചെയ്യുന്നത്, അതോ സ്പോർട്സ് പേജ് ആണോ ആദ്യം വായിക്കുന്നത്? കാരണം ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും ന്യൂസ് പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചില ആൾക്കാർ ഒരു സ്പെസിഫിക് പേജ് ആദ്യം വായിച്ചിട്ട്, എസ്പെഷ്യലി സ്പോർട്സ് പേജ് ആദ്യം വായിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എഡിറ്റോറിയൽസ് ആദ്യം വായിക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പല മെത്തേഡ്സിൽ ന്യൂസ് പേപ്പർ വായിച്ച് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നോക്കുക. ഹെൽപ്ഫുൾ ആവുന്നത് ഇൻ ദ സെൻസ്, ഏത് മെത്തേഡിൽ അല്ലെങ്കിൽ ഏത് ഓർഡറിൽ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടയേർഡ് ആവാതെ എൻറ്റയർ ന്യൂസ് പേപ്പറും വായിച്ച് തീർക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഫ്രണ്ട് പേജ് ടു ബാക്ക് പേജ് വായിക്കുന്നതാണോ, ബാക്ക് പേജ് ടു ഫ്രണ്ട് പേജ് വായിക്കുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ ആദ്യം വായിക്കുന്നതാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങളവിടെ ഫോക്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, എൻറ്റയർ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റണം. സോ അതാണ് നമ്മൾ എടുക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത്. ദെൻ ഹൗ ടു റീഡ് എഡിറ്റോറിയൽസ്. എഡിറ്റോറിയൽസ് എങ്ങനെ വായിക്കണം? സ്പെസിഫിക്കലി എഡിറ്റോറിയൽസ് എന്ന് പറയാൻ കാര്യം, എഡിറ്റോറിയൽസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന സിമിലർ രീതിയിലാണ് നമ്മുടെ CLAT പാസേജസും വരുന്നത്. സോ നിങ്ങൾ ആ ഒരു എഡിറ്റോറിയൽസ് വായിച്ച് ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ CLAT പാസേജസ് കാണുമ്പോഴും ആ ഒരു സെയിം മെത്തേഡ് നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് CLAT പാസേജസിന് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നൗ ഐഡിയൽ ടൈം ടു റീഡ് വൺ എഡിറ്റോറിയൽ. ഒരു എഡിറ്റോറിയൽ വായിക്കാനായിട്ട് എന്താണ് ഒരു ഐഡിയൽ ടൈം? സോ ഇഫ് നിങ്ങൾ ആ ഒരു ഐഡിയൽ ടൈമിലല്ല നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഐഡിയൽ ടൈമിലേക്ക് കൊണ്ടുവരാം, ഈ കാര്യം നമുക്ക് എഡിറ്റോറിയൽ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഹൗ ടു ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫ്രം ന്യൂസ് പേപ്പർ. സോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ GKക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫാക്ടറാണ്. സോ എങ്ങനെയാണ് നമ്മൾ GK CA പ്രിപ്പറേഷന് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യേണ്ടത്, ആൻഡ് എങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം, ആൻഡ് ഫർദർ എങ്ങനെ നമുക്ക് ഈ കിട്ടിയ ടോപ്പിക്സിനെ നോട്ട്സ് ആക്കി മാറ്റാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ ഹൗ ടു യൂസ് ന്യൂസ് പേപ്പർ ആസ് എ സോഴ്സ് ടു ഇംപ്രൂവ് യുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഡിറ്റോറിയൽ വായിക്കുന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ നമുക്ക് ആഫ്റ്റർ റീഡിങ് ദി ന്യൂസ് പേപ്പർ ചെയ്യാൻ പറ്റും, സോ ദാറ്റ് അവർ കോംപ്രിഹെൻഷൻ സ്കിൽസ് വിൽ ബി ഇംപ്രൂവ്ഡ്. ഈ കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഹൗ ലോങ് വിൽ യു ടേക്ക് ടു റീഡ് എ ന്യൂസ് പേപ്പർ. സോ ബേസിക്കലി എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്, എത്ര സമയമാണ് ഒരു ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ഐഡിയലായിട്ട് എടുക്കുന്നത്, ആൻഡ് ഞാൻ എടുക്കുന്ന സമയം ഐഡിയലാണോ, ഇതെങ്ങനെ കുറയ്ക്കാം, ഈ കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഒരു മോഡൽ എടുത്തുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. സോ ഞാൻ ചെയ്യുന്ന മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ മെത്തേഡ്സ് വിച്ച് ഇസ് ഹെൽപ്ഫുൾ ടു യു, യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. ബട്ട് ഞാൻ എങ്ങനെയാണ് വായിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ GK ആയിക്കോട്ടെ അപ്രോച്ച് ചെയ്തിരുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ സെപ്റ്റംബർ 9th ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ സെയിം ന്യൂസ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഈ വീഡിയോ ബാക്കി കാണാനായിട്ട് നോക്കുക. സോ ദാറ്റ് യു വിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓൾ ദി ആർട്ടിക്കിൾസ്, ന്യൂസ് ആൻഡ് എവറിത്തിങ്. സോ അത് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ഓർഡറിൽ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാം. സോ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് എന്നുള്ളത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഓർഡറിൽ വായിച്ചിട്ട് അത് നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏത് ഓർഡറാണ് ഒന്ന് നിങ്ങളുടെ ഫോക്കസ് കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കുന്നത്, പ്ലസ് ഏത് ഓർഡറിൽ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത്, ആ ഒരു ഓർഡർ ചൂസ് ചെയ്യുക. സോ ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പേജ് വായിക്കുക, എന്നിട്ട് എഡിറ്റോറിയൽസ് വായിക്കുക, ദെൻ കമ്മിങ് ബാക്ക് ഫ്രം ദി ലാസ്റ്റ് പേജ്. ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. കാരണം ഈ പറഞ്ഞ ലോക്കൽ ന്യൂസ് നമുക്ക് വേണ്ട. ആൻഡ്
ലോക്കൽ ന്യൂസ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേജ് എഡിറ്റോറിയൽ, ദെൻ ലാസ്റ്റ് പേജിൽ നിന്ന് തിരിച്ച് എഡിറ്റോറിയൽ വരെയുള്ള അങ്ങനെയായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് പേജിൽ നമുക്കിവിടെ 2 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് കാണാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നേപ്പാൾ പ്രൊട്ടസ്റ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സോഷ്യൽ മീഡിയ ബാൻ, ആരാണിപ്പോൾ നേപ്പാൾ റൂൾ ചെയ്യുന്നത്, നേപ്പാളിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇൻ ദ സെൻസ് ബേസിക് ഐഡിയ, അതായത് നേപ്പാൾ എന്ന് പറയുന്ന നേഷൻ എങ്ങനെയാണ്, ഇസ് ഇറ്റ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അവിടുത്തെ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേപ്പാളിനെ കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് ഇന്ത്യ നേപ്പാൾ റിലേഷൻസും കൂടെ അതർ ദാൻ ദ കറണ്ട് ഇഷ്യൂ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ബാൻ എന്നൊരു സാധനം കാണാം. സോ ഇഫ് യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, യു നോ വാട്ട് ഇസ് സോഷ്യൽ മീഡിയ ബാൻ. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, go and research what is social media ban that is happening in Nepal. Now coming to the second news, which is accept Aadhaar as identity proof, Supreme Court orders poll panel. So as you can see, this is related to a recent Supreme Court judgment. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എസ്പെഷ്യലി ലീഗൽ റീസണിങ് വരുമ്പോഴത്തേക്കുമാണ്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ച് എപ്പോഴും ആർട്ടിക്കിൾസ് വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ക്ലാറ്റിൻ്റെ ലീഗൽ റീസണിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇഫ് യു നോ വാട്ട് എക്സാക്ട്ലി ഇസ് ദ ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. സോ ദാറ്റ് നിങ്ങൾ 2-3 തവണ ആ സെയിം പാസേജ് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. സോ ഇവിടെ എന്താണ് ആ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് മനസ്സിലാക്കുക ആൻഡ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് ബെഞ്ചിൻ്റെയോ ലൈവിലൂടെയോ ഒരു ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് വായിക്കാം. സോ ഇത് ഞാൻ സ്പെസിഫിക്കലി ഈ ജഡ്ജ്മെൻറ്റിനല്ല പറയുന്നത്, ഏത് ജഡ്ജ്മെൻറ്റ് റിലേറ്റഡ് ന്യൂസ് വന്നാലും അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് പേജ്. Now I am going to the editorial. Okay. So editorial നമുക്കിവിടെ വൃന്ദ കാരാട്ടിൻ്റെ ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റും, NIRFനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാൻ പറ്റും, ഹോക്കി റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റും, ആൻഡ് ഇറാൻ ആൻഡ് ഇന്ത്യ റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റും. സോ ഞാനാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ വുഡ് ചൂസ് ഇറാൻ ആൻഡ് ഇന്ത്യ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ അറ്റ് ഫസ്റ്റ്. കാരണം ക്ലാറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആലോചിക്കണം, ക്ലാറ്റ് കൺസോർഷ്യത്തിന് ഏത് ആർട്ടിക്കിളായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസിൽ അവർ കൊടുക്കുക. അപ്പോൾ ഈ 4 ആർട്ടിക്കിൾസ് ഓപ്ഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇറാൻ ആൻഡ് ഇന്ത്യ ആയിരിക്കും. കാരണം ക്ലാറ്റ് GK പേപ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇൻക്ലിനേഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് വരുന്ന ഒരു പേപ്പറാണ്. സോ ഞാൻ ആ ഒരു ആർട്ടിക്കിൾ ആദ്യം വായിക്കും. കാരണം എൻ്റെ ഫസ്റ്റ് ആർട്ടിക്കിളിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. സോ ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് വാട്ട് ഓൾ തിങ്സ് ഷുഡ് ഐ ഫോക്കസ്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇന്ത്യ ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ആൻഡ് ന്യൂ ഹൊറൈസൺസ്. സോ ബേസിക്കലി ഇറാൻ ഇന്ത്യ റിലേഷൻസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നും പറയുന്ന ഒരു ആർട്ടിക്കിളാണിത്. സോ ഞാൻ ഇതിനകത്തോട്ട് ഇൻഡെപ്ത് പോകുന്നില്ല, പക്ഷേ ഇതെങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇവിടെ ഗ്ലോബൽ സൗത്ത് എന്നുള്ളൊരു വേർഡ് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ഗ്ലോബൽ സൗത്ത്? അതർ ദാൻ റീഡിങ് ദ എൻറ്റയർ എഡിറ്റോറിയൽ, ജസ്റ്റ് നോ വാട്ട് ആർ ദീസ് ടെക്നിക്കൽ വേർഡ്സ്. വാട്ട് ഈസ് ഗ്ലോബൽ സൗത്ത്? വാട്ട് ഈസ് ഗ്ലോബൽ നോർത്ത്? What is the reason Palestine, not reason, what is the Palestine issue that is ongoing, and what is the INSTC corridor? These are important terms that you should be aware of. So ഇങ്ങനെയുള്ള ടേംസിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക. ആൻഡ് when it comes to reading the editorial, read the editorial in such a way that, this is a tip, don't നിങ്ങൾ ആദ്യം എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് വായിക്കരുത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വിച്ച് വൺ വിൽ ഐ പ്രിഫർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇന്ത്യ ഞാൻ ആദ്യം ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങൾ എല്ലാ എഡിറ്റോറിയലും വായിക്കുന്ന ഒരു ഡേ ആണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, വായിക്കാതിരിക്കുക. എന്നിട്ട് ഇത് എൻറ്റയർ എഡിറ്റോറിയൽ വായിക്കുക. ആൻഡ് ജസ്റ്റ് നോട്ട് ഡൗൺ ഹൗ ദ ഫ്ലോ ഓഫ് ദ editorial is, like how the author is pinpointing certain things. എന്താണ് ഓഥർ പറഞ്ഞു വെക്കുന്നത്, എന്തൊക്കെയാണ് ഓഥറിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, എന്താണ് ആ ഒരു ഫ്ലോ ഓഫ് ദ പാസേജ് ആൻഡ് വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പാസേജ്. ഈ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ വേർഡ്സ് വരുമ്പം ഇറ്റ് ഈസ് ബെറ്റർ ആദ്യം പാസേജ് കംപ്ലീറ്റ്ലി വായിക്കുക ആൻഡ് ദെൻ നോട്ട് ഡൗൺ ദീസ് ടെക്നിക്കൽ ടേംസ് ആൻഡ് ഫൈൻഡ് ദ മീനിങ്സ് ഓഫ് ദോസ് വേർഡ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വായിക്കുന്ന സമയത്ത് തന്നെ കൂടെ ടെക്നിക്കൽ ടേംസ് നോക്കി പോകുന്നതും ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇഫ് യു ആർ കീപ്പിംഗ് എ ടൈം ലിമിറ്റ്, ഇറ്റ് ഈസ് ബെറ്റർ ടു റീഡ് ദ
ഗെറ്റ് ദ മീനിങ് ഓഫ് ദീസ് പെർട്ടിക്കുലർ വേർഡ്സ് ആഫ്റ്റർ ദാറ്റ്. ഏതാണെങ്കിൽ ഓക്കെയാണ്. സോ ഞാൻ ഹെഡിങ് വായിക്കേണ്ടെന്ന് പറഞ്ഞത്, വൺസ് യു കംപ്ലീറ്റ് ദ റീഡിങ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ, നിങ്ങൾ സ്വന്തമായിട്ടൊരു ഹെഡിങ് ഉണ്ടാക്കുക. ഹെഡിങ് ഇൻ ദ വേ ദറ്റ് ഹൗ ന്യൂസ് പേപ്പർ വിൽ ഫ്രെയിം എ ഹെഡിങ്, ആൻഡ് ദെൻ കമ്പയർ ദാറ്റ് വിത്ത് ദ ഹെഡിങ് ഗിവൺ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ പോകുന്നൊരു നെയിം എന്ന് പറയുന്നത് ഇന്ത്യ ഇറാൻ റിലേഷൻസ് ആൻഡ് സംതിങ് എൽസ് റിലേറ്റഡ് ടു ദർ ഇംപ്രൂവിങ് ദ ഹാർമണി ബിറ്റ്വീൻ ദ ടു നേഷൻസ് ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഹെഡിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെയാണോ ഇവിടുത്തെ ആക്ച്വൽ ഹെഡിങ്ങിനുള്ളതെന്ന് നോക്കുക. സോ ഇവിടെ പറയുന്നത് എന്താ, ഇന്ത്യ ആൻഡ് ഇറാൻ ഏൻഷ്യൻ സിവിലൈസേഷൻസ് ആൻഡ് ന്യൂ ഹൊറൈസൺസ്. സോ അവിടെയും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓതർ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഓതർ അങ്ങനെ ഹെഡിങ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ദ എൻറ്റയർ പാസേജ് എൻഡ്സ് ഇൻ എ പോസിറ്റീവ് നോട്ട്. സോ നിങ്ങളും അങ്ങനെ തന്നെയാണോ കൊടുത്തതെന്ന് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഓതറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഇൻ ദ വേ ദറ്റ് ഓതർ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ലൈക്ക് ഡിസ്കസ് ദിസ് വിത്ത് യുവർ മെൻറ്ററിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 2-3 ആർട്ടിക്കിൾസ് എടുക്കുക. ആൻഡ് അതിനെ നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്തത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഹൗ ദ ഫ്ലോ ഓഫ് ദ പാസേജസ്, എന്തൊക്കെ ടോപ്പിക്സിലൂടെയാണ് ഓതർ പോയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്, വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദ ഓതർ. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലാസ്റ്റിൽ ഓതർ ഒപ്റ്റിമിസ്റ്റിക്, നിങ്ങൾ ഈ ആർട്ടിക്കിൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, വായിച്ചിട്ട് ഡെഫിനറ്റ്ലി വീഡിയോ ഫോളോ ചെയ്യുക. സോ ഓതർ പറഞ്ഞെത്തിയ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഹെഡിങ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വേണം. സോ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, ആദ്യം ആർട്ടിക്കിൾ വായിക്കുക, ഡോണ്ട് റീഡ് ദ ഹെഡിങ്, എന്നിട്ട് മേക്ക് യുവർ ഓൺ ഹെഡിങ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ ഹെഡിങ് ഗിവൺ ഇൻ ദ ന്യൂസ് പേപ്പർ. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഡ് മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും 2-3 ആർട്ടിക്കിൾസ് ഇതുപോലെ എടുക്കുക. ഈ പറഞ്ഞ ഫ്ലോ എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് പുട്ട് ഫോർവേഡ് ബൈ ദി ഓതർ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. വാട്ട് ഈസ് ദി കൺക്ലൂഷൻ ഗിവൺ ബൈ ദി ഓതർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദി പാസേജ് എന്നും ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇപ്പോൾ ഗ്ലോബൽ സൗത്ത് അല്ലെങ്കിൽ പലസ്തീൻ ഇഷ്യൂ അല്ലെങ്കിൽ INSTC കോറിഡോർ പോലെയുള്ള വേർഡ്സ് വന്നിരിക്കുമ്പോൾ ദീസ് ആർ റെലവൻറ്റ് ടോപ്പിക്സ്. ഇത് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഇപ്പോൾ INSTC നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ CLAT. അപ്പോൾ എങ്ങനെയാണ് INSTCയിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് INSTC, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചേ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒരു ആർട്ടിക്കിളിൽ വരുമ്പോൾ അങ്ങനെ ആ പറഞ്ഞ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സം ജനറൽ നോളജ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ സിമിലർ ടു അതർ GK നിങ്ങൾ കളക്ട് ചെയ്യുക. ആൻഡ് ദെൻ സ്റ്റഡി ദോസ് ഓൾസോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോട്ട് മേക്കിങ്ങിൻ്റെ സമയത്ത് GK എങ്ങനെയാണ് നോട്ട് മേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് കിട്ടുമ്പോൾ അതിന് ജസ്റ്റ് ഒരു റീസേർച്ച് നടത്തി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. സോ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു അപ്രോച്ച് ആൻ എഡിറ്റോറിയൽ. സോ ഈ ഒരു എഡിറ്റോറിയൽ ഇപ്പം നമ്മൾ ഈ ബൃന്ദ കാരാട്ടിൻ്റെ എഡിറ്റോറിയൽ നോക്കുകയാണെങ്കിലും ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ റീഡിങ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾ സ്വന്തമായിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കുക. ആൻഡ് ഹൗ യുവർ ടൈറ്റിൽ ഇസ് റിലേറ്റഡ് ടു ദി ആക്ച്വൽ ടൈറ്റിൽ. സോ ടൈറ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് വിമൺ എംപവർമെൻ്റ് എന്നോ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ എന്നോ അങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു ക്ലിയർ പിക്ചർ കൊടുക്കുക. അതായത് എന്താണ് ഓതറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. സോ ദാറ്റ് നിങ്ങൾക്കത് കമ്പയർ ചെയ്യാൻ പറ്റും. ഓതറിൻ്റെ ഇൻറ്റൻഷൻ അത് തന്നെ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ യു ഡിസ്കസ് വിത്ത് ദ മെൻറ്റർ ഓൾസോ എവിടെയാണ് നിങ്ങൾക്ക് ഫ്ലോസ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് നമുക്ക് എഡിറ്റോറിയൽസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഐഡിയൽ ടൈം ടു റീഡ് ആൻ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇനിഷ്യലി നിങ്ങൾക്ക് 10 to 12 minutes ഒക്കെ എടുക്കും എഡിറ്റോറിയൽ വായിക്കാൻ. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്കൊരു ഭയങ്കര ഏലിയൻ ആയിട്ടുള്ള ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ ആ വേർഡ്സ് വായിച്ചെടുക്കാൻ തന്നെ ലോഡ് ഓഫ് ടൈം എടുക്കും. സോ അത് നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി എഡിറ്റോറിയൽസ് വായിക്കാം. അപ്പോൾ ഡെയിലി എഡിറ്റോറിയൽസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഡിഫറെൻറ്റ് ഏരിയാസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു പിക്ചർ കിട്ടും. ഓക്കെ, ദീസ് ആർ ദി തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇറാൻ ഇന്ത്യ എഡിറ്റോറിയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം എക്സാക്ട്ലി ഇറാൻ ഇന്ത്യ റിലേഷൻസ് എങ്ങനെയാണ് ഇപ്പോൾ, വാട്ട് എക്സാക്ട്ലി ഈസ് പലസ്റ്റീൻ ഇഷ്യൂ, വാട്ട് ഈസ് ഗ്ലോബൽ സൗത്ത്, ഈ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാസേജ് നിങ്ങൾക്ക് കൂടുതൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇല്ലെങ്കിൽ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഗ്ലോബൽ സൗത്ത്,
സംവെയർ ഇറാൻ ഈസ് റിലേറ്റഡ് ടു ദ പാലസ്റ്റീൻ ഇഷ്യൂ, ഈ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. പക്ഷേ വാട്ട് എക്സാക്ട്ലി എന്ന് നിങ്ങൾക്ക് പിൻ പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എഡിറ്റോറിയൽസ് വായിക്കുന്നതിലൂടെ നിങ്ങൾ ഗ്ലോബലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, നിങ്ങൾക്കൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. സോ സ്പെസിഫിക്കലി ആർട്ടിക്കിളിലുള്ള കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ പോയിൻ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സിനെ കുറിച്ചും കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ആർട്ടിക്കിൾ വരുമ്പോഴും ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം വാട്ട് ഈസ് ദി ഓതേഴ്സ് ഇൻറ്റൻഷൻ ബിഹൈൻഡ് റൈറ്റിംഗ് ദിസ്, ആ ഒരു കാര്യമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് ഞാനൊരു എഡിറ്റോറിയൽ എങ്ങനെ വായിക്കണം എന്നുള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്തത്. ആൻഡ് ഐഡിയൽ ടൈം ടു റീഡ് ആൻ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇറാൻ ഇന്ത്യ എഡിറ്റോറിയൽ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ടേക്ക് ലെസ് ദാൻ 5 minutes. സോ വെൻ ഐ സേ 5 minutes, എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ 5 minutes ആയിരിക്കത്തില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഡെയിലി എഡിറ്റോറിയൽ വായിക്കാൻ തന്നെ ചുമ്മാ വായിച്ച് കളയല്ല, ഈ പറഞ്ഞ സെയിം മെത്തേഡ്സിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കുക. ആൻഡ് നിങ്ങൾ ഡെയിലി വായിച്ച് വരുമ്പോഴത്തേക്കും അത് ഗ്രാജുവലി കുറഞ്ഞ് 6 to 5 minutes ഒക്കെ ആയിക്കോളും. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ 10 or 12 ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു റീഡിങ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാം. അഗെയിൻ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സ്റ്റേറ്റ്സ്. ആൻഡ് ഇവിടെ GST 2.0 കുഡ് അണ്ടർമൈൻ ഡയറ്ററി ഹെൽത്ത്. സോ ഇതൊക്കെ വായിക്കുമ്പോഴും സെയിം മെത്തേഡ് അപ്രോച്ച് ചെയ്യുക. അതായത് പാസേജ് വായിക്കുക, വാട്ട് ഈസ് ദ ഫ്ലോ ഓഫ് ദ പാസേജ്, വാട്ട് ഈസ് ദ എക്സാക്ട് കൺക്ലൂഷൻ, വാട്ട് ഈസ് ദി ഇൻറ്റൻഷൻ ഓഫ് ദി ഓതർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻഡ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വായിച്ചതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന 2 or 3, എസ്പെഷ്യലി നിങ്ങളുടെ അൺനോൺ പാസേജസ് ആർട്ടിക്കിൾസ് നിങ്ങൾ വായിച്ചത് മെൻറ്ററുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോസ് മനസ്സിലാവും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്സ് മനസ്സിലാവും, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, ഏത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാസേജ് വരുമ്പോഴാണ്. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര ഡേറ്റയൊക്കെയുള്ള പാസേജ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു പാസേജ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡേറ്റയാണ്. സോ നിങ്ങളത് എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യും? ഞാൻ എസ്പെഷ്യലി ഈ ഡേറ്റ വരുന്ന പാസേജ് പലപ്പോഴും സ്കിപ്പാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എനിക്ക് എക്കണോമിക് പാസേജസ് പാടായിരുന്നു. സോ ദാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് ടൈപ്പ് ഓഫ് പാസേജസ് പാടാണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക്കലി വായിക്കുക. ആൻഡ് ഞാൻ ഡേറ്റ ഉള്ള പാസേജ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലായിട്ടുള്ള എക്കണോമിക് പാസേജസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാടാണ് ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻറ്റയർലി വിടണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർക്ക് സൈക്കോളജിക്കൽ പാസേജസ് ഭയങ്കര പാടായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസേജ് വിടാം. അപ്പോൾ ക്ലാറ്റിന് ഇഫ് യു ഹാവ് 4 passages, ഒരെണ്ണം നിങ്ങൾക്ക് ഒട്ടും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ അവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബാക്കി 3 passagesഉം ക്ലിയർ ആയിട്ട് ചെയ്യുക. ആൻഡ് വൺസ് യു ഡൺ വിത്ത് ഓൾ ദി അതർ തിങ്സ്, കം ബാക്ക് ടു ദിസ് പാസേജ് ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ടൈം ഡു ദാറ്റ്. അല്ലാതെ ലൈക്ക് ഇഫ് യു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടു ഡു ഓക്കെ എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്സും അല്ലെങ്കിൽ നെഗറ്റീവ്സ് കൂടുന്നല്ലാതെ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല. സോ ഇങ്ങനെയുള്ള ഡേറ്റ പാസേജ് വരുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് പിൻ പോയിൻറ്റ് വാട്ട് എക്സാക്ട്ലി ആർ ദി ഡേറ്റാസ്, ലൈക്ക് ഡേറ്റാസ് കൊണ്ട് ഇവർ എന്താണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പിൻ പോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് ഡേറ്റ വരുന്ന ആർട്ടിക്കിൾസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനി ഞാൻ ഏറ്റവും ബാക്ക് പേജിലേക്ക് വന്നു. ബാക്ക് പേജിൽ നിന്ന് എഡിറ്റോറിയൽ വരെയുള്ള പേജസിലേക്ക് പോവുകയാണ്. സോ ഇവിടെ ഒരു ക്വിസ് ഏരിയ ഉണ്ട് വിച്ച് ഇസ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീസെൻ്റ്ലി ആണ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് നടന്നത്. സോ അത് എല്ലാ വർഷവും നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫുൾ റീസേർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും തറവാക്കിക്കൊണ്ട് വേണം ക്ലാറ്റിന് പോകാൻ. കാരണം ക്ലാറ്റ് കൺസോർഷ്യത്തിന് ഈ പറഞ്ഞ വൺസ് ഇൻ എ വൈൽ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. സോ എങ്ങനെയാണ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് നടക്കുന്നത്, ഇപ്പോഴത്തെ ലൈക്ക് റീസെൻ്റ്ലി ഇലക്ട് ചെയ്യപ്പെട്ട വൈസ് പ്രസിഡൻ്റ് ആരാണ്, തൊട്ട് മുന്നേ ആരായിരുന്നു, ഹൂ വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഏത് ഹൗസിനെയാണ് ചെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണ്, തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ്. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഇൻ ദ റീസെൻറ്റ് ടൈം, ദാറ്റ് ഈസ് എങ്ങനെയാണ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസിലേക്ക് ഇന്ത്യ എത്തിയത്. ഈസ് ഇറ്റ് ബിക്കോസ് the tenure of the last vice president was over, or was it because of any particular reason? സോ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ആർട്ടിക്കിൾസ് റീസെൻ്റ്ലി വന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കുക. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് വേണം, വാട്ട് എക്സാക്ട്ലി ലെഡ് ടു ദിസ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്.
ആൻഡ് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ നോട്ട് മേക്കിംഗ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ക്ലാറ്റ് കൺസോർഷ്യത്തിന് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാമോ എന്നതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് വൈസ് പ്രസിഡൻറ്റ് ഓൾസോ സർവ്ഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, വിച്ച് വൈസ് പ്രസിഡൻറ്റ് വാസ് ദ ഓൺലി പേഴ്സൺ ടു ഹാവ് ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഹാവിംഗ് സർവ്ഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്, നെയിം ദ സ്റ്റേറ്റ് ടു. Then apart from first vice president Sarvepalli Radhakrishnan who was re-elected and served a total of 10 years in the post. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ആൻസർ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. സോ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ, ആരാണ് അതിൻ്റെ ഇലക്ട്രൽ കൊളീജിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. Now we have another article, two-factor authentication. How does two-factor authentication work? So ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചതിന് ശേഷം റെസ്റ്റ് ഓഫ് ദി വീഡിയോ കാണാം. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ എക്സ്പ്ലെയിനർ which tells you what exactly is two-factor authentication, how does TOTP work, like as the subheading say, and what is XOR, how secure is TOTP, and all these things. So basically ഇതൊരു explainer ആണ്, and it explains a particular topic from the very background information itself, അല്ലെങ്കിൽ from the very definition of that itself. അപ്പോൾ നിങ്ങൾ എഡിറ്റോറിയൽസ് നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റോറിയൽസ് ഒരിക്കലും എക്സ്പ്ലെയിനർ മോഡിലായിരിക്കില്ല. എഡിറ്റോറിയൽസ് ഇസ് റിട്ടൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ റീഡർ നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ആൻഡ് ദിസ് ഇസ് ദ ഒപ്പീനിയൻ ഓഫ് ദ, അല്ലെങ്കിൽ ദിസ് ഇസ് ദ വ്യൂ ഓഫ് വൺ പെർട്ടിക്കുലർ പേഴ്സൺ ഹു ഇസ് റൈറ്റിംഗ് ദ എഡിറ്റോറിയൽ, ഹു ഇസ് ദ ഓദർ ഓഫ് ദ എഡിറ്റോറിയൽ. സോ ഇവിടെ എക്സ്പ്ലെയിനർ ആയതുകൊണ്ട് തന്നെ ദ ഓദർ ഇസ് എക്സ്പ്ലെയിനിങ് വാട്ട് എക്സാക്ട്ലി ഹീ ഈസ് സെയിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓദർ ടു ഫാക്ടർ ഒതൻറ്റിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഹീ ഈസ് എക്സ്പ്ലെയിനിങ് അറ്റ് ഫസ്റ്റ് ദറ്റ് വാട്ട് എക്സാക്ട്ലി ഈസ് 2FA, ആൻഡ് ദെൻ അതിൻ്റെ ഓരോ സബ് ടോപ്പിക്സും എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പാസേജ് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ്സ് ഓഫ് പാസേജ് ഇൻ ക്ലാറ്റ്. പക്ഷേ കൂടുതലും എക്സ്പ്ലെയിനേഴ്സ് വരാറില്ല, എന്നാൽ പോലും നിങ്ങൾക്കത് ടോൺ ഐഡൻറ്റിഫിക്കേഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോ ഓഫ് ദ പാസേജ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സബ് ഹെഡിങ്സ് മറച്ച് വെച്ചിട്ട് ആദ്യം വായിക്കുക, ആൻഡ് ആഫ്റ്റർ റീഡിങ് ദ എൻറ്റയർ പോർഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹൗ ഡസ് TOTP വർക്ക് എന്നുള്ള ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഒരു സബ് ഹെഡിങ് മറച്ച് വയ്ക്കുക, റീഡ് ദ പെർട്ടിക്കുലർ പാരാസ് ആൻഡ് ദെൻ കം ബാക്ക് ടു ദ സബ് ഹെഡിങ് ആൻഡ് മേക്ക് ഷുവർ ദറ്റ് യു ഹാഡ് ദ സെയിം സബ് ഹെഡിങ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും പാസേജ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പാസേജ് ടൈപ്പ് വർക്ക് ആവുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ യുവർ ലൈക്ക് നോട്ടിങ് ഡൗൺ ഹൗ ദ ഫ്ലോ ഇസ്, വാട്ട് എക്സാക്ട്ലി ദ ഓദർ ഇസ് ട്രൈങ് ടു സേ, വാട്ട് ഇസ് ദ കൺക്ലൂഷൻ, ഇതിനൊക്കെ യൂസ് ചെയ്യാം. നൗ വി ഹാവ് അനദർ ആർട്ടിക്കിൾ ഓൺ ഇന്ത്യ ചൈന ദ നീഡ് ഫോർ എ ബോർഡർ സെറ്റിൽമെൻറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് മറച്ച് വയ്ക്കുക, റീഡ് ദ എൻറ്റയർ പാസേജ് ആൻഡ് ദെൻ find like write your own heading and then make sure that the heading that you wrote is similar to the one that is already given here. And now ഈ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ടെക്നിക്കൽ വേർഡ്സ് കിട്ടും, അല്ലെങ്കിൽ കുറേ സ്പെസിഫിക് വേർഡ്സ് കിട്ടും. ആ സ്പെസിഫിക് വേർഡ്സിനെ കുറിച്ച് റീസർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ എങ്ങനെയാണത് യൂസ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആർട്ടിക്കിൾസിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വരുന്ന ഫാക്ട്സ് ആയിക്കോട്ടെ, വരുന്ന എന്താ പറയുക ഇൻസിഡൻസ് ആയിക്കോട്ടെ, അതെപ്പോഴും റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് മെൻഷൻസ് അബൌട്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അല്ലെങ്കിൽ വി ഹാവ് മെൻഷൻസ് അബൌട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ഓഫ് 1998, അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ, അങ്ങനെ പല ടോപ്പിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ പല സ്പെസിഫിക് ഇൻസിഡൻസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയാസ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ റീസർച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഹെൽപ്പ് ചെയ്യും, അതർ ദാൻ ദി എൻറ്റയർ ഐഡിയ ഓഫ് ദി ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ്.
സോ ഇവിടെ നിങ്ങൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ചുമ്മാ അത് വായിച്ച് കളയുന്നതിനെക്കാട്ടിലും വാട്ട് ഇസ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ഏതൊക്കെ രാജ്യങ്ങളുടെ ഇടയിലാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉള്ളത്, ലൈക്ക് വെൻ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്, ലൈക്ക് നമ്മൾ എപ്പോഴാണ് ലൈൻ ഓഫ് കൺട്രോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലേ, എന്നാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഇപ്പം ന്യൂക്ലിയർ ടെസ്റ്റ് ഓഫ് 1998 ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. സോ വാസ് ദാറ്റ് ദി ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ദാറ്റ് ഇന്ത്യ കണ്ടക്റ്റഡ്, who initiated the nuclear test, and what were the after effects, or like how we use our nuclear energy, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് സിൻസ് ഇറ്റ് വാസ് ദ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ്, ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റിനെ കുറിച്ചും കൂടി മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നമുക്കുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി റീസർച്ച് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഓരോ ആർട്ടിക്കിളിൽ നിന്നും എങ്ങനെ നമുക്ക് GK, നമ്മുടെ സ്റ്റാറ്റിക് GK ആയിക്കോട്ടെ, നമ്മുടെ CA ആയിക്കോട്ടെ കളക്ട് ചെയ്യണം എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടാണല്ലോ. സോ ദിസ് എക്സ്പ്ലെയിൻസ് ദ ഫ്ലോ ഓഫ് ദ പാസേജ്, അല്ലെങ്കിൽ ദ വെരി ബ്രീഫ് പാർട്ട് ഓഫ് ദ പാസേജ്. സോ നിങ്ങളും വൺസ് യു നോട്ട് ഡൗൺ ദ എൻറ്റയർ ഫ്ലോ ഓഫ് ദ പാസേജ്, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി ദ പാസേജസ് ഇൻ ഒരു 2-3 സെൻറ്റൻസസ് നിങ്ങൾ എഴുതിയതും ഈ പറഞ്ഞ ഏരിയയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നോക്കുക. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത കാര്യം തന്നെയാണോ ആക്ച്വലി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത കാര്യം ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെട്ടോ, അല്ലെങ്കിൽ if you're not clear why this particular point was included in the brief, even നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല, പക്ഷേ എന്നാലും ഹിയർ ഇറ്റ് കെയിം. സോ അതെന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഡിസ്കസ് വിത്ത് യുവർ മെൻറ്റർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ റീഡിങ്ങിൽ പ്രശ്നം വന്നത്, എവിടെയാണ് നിങ്ങൾ എടുത്ത പോയിൻറ്റും ആക്ച്വൽ പോയിൻറ്റും തമ്മിൽ വേരിയേഷൻ വന്നത്, തുടങ്ങിയ കാര്യങ്ങൾ. സോ അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ബെനിഫിഷ്യൽ ആക്കാം, അതർ ദാൻ വാട്ട് എക്സാക്ട്ലി ദ പാസേജസ് മീനിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അക്സായ് ചിഹ്നെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് ബോർഡർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, 2014, 2017 ഡോക്ലാം ക്രൈസിസ്, അതുപോലെ 2020 ഗാൾവൻ തുടങ്ങിയ പല ഇന്ത്യ ചൈന റിലേറ്റഡ് ക്രൈസിസിനെ കുറിച്ചും ചൈനയുടെ ഇൻവേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിനിങ് വാട്ട് ഇറ്റ് റിയലി വാസ്. സോ അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് ജസ്റ്റ് ഗോ ടു sources and identify what exactly happened during those times, and make sure that you have a general idea about what exactly happened, so that ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാസേജ് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ GK വേണമെങ്കിൽ ഇത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. നൗ വി ഹാവ് എ സൈടെക് പാസേജ്. ഇവിടെയും ചെയ്യാൻ പറ്റുന്നത് സൈടെക് പാസേജ് വരുമ്പോൾ ലൈക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അതായത് how the author starts, what all are the points that the author is introducing, and what is the conclusion that the author is intending to give, and what is the tone of the passage. So ഇങ്ങനെയുള്ള പാസേജസ് വായിക്കുമ്പോഴും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്തിക്കാനായിട്ട് നോക്കുക. സോ ഈ ഒരു പാസേജിന് ഐഡിയലായിട്ട് എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 8 to 9 minutes, ആൻഡ് അഗെയിൻ ദിസ് ഡിപ്പെൻസ്, ചിലപ്പോൾ 7 minutes എടുക്കത്തുള്ളൂ. സോ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിഷ്യലി ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പാസേജ് വായിക്കുമ്പോഴാണ് കൂടുതൽ ടൈം എടുക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് പാസേജസ് കൂടുതൽ വായിക്കാൻ നോക്കുക, കൂടുതൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് യുവർ ടൈം ടു റീഡ് വിൽ ബി റെഡ്യൂസിങ്. സോ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. സോ ഇവിടെ നമുക്ക് സെയിം മെത്തേഡ് ഓഫ് അപ്രോച്ച് യൂസ് ചെയ്യാം. എൻറ്റയർ പാസേജ് വായിച്ചിട്ട് ടൈറ്റിലോട്ട് വരാം. നിങ്ങൾ ഇൻറ്റൻറ്റ് ചെയ്തത് തന്നെയാണോ ഓതറും ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഈ പാസേജ് എഴുതിയത് വഴി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. So that is one thing that we can do with these kinds of passages. Now we have another article on this International Hockey Federation. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് what is International Hockey Federation, why this article was written, what is the flow of the passage, and what is the author trying to communicate. ആ ഒരു കാര്യം ക്ലിയർ ആക്കുക. ആൻഡ് വൺസ് യു റീഡ് ദ എൻറ്റയർ പാസേജ് ജസ്റ്റ് നോട്ട് ഡൗൺ ദ മെയിൻ പോയിൻറ്റ്സ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദിസ് ഏരിയ, സോ ദാറ്റ് നിങ്ങൾ ഇൻറ്റൻറ്റ് ചെയ്തത് തന്നെയാണോ ഓതറും ഇൻറ്റൻറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ് വിച്ച് ഇസ് സ്പോർട്സ്. സോ സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എസ്പെഷ്യലി എന്തെങ്കിലും പെർട്ടിക്കുലർ സ്പോർട്സ് ഈവൻറ്റ്സ് വിച്ച് ഇസ് ഓഫ് വെരി
എന്താ പറയുക, ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് സംഭവിക്കുമ്പോഴാണ്. അല്ലാത്ത സമയത്ത് വരുന്ന സ്പോർട്സ് ന്യൂസ് റെലവൻ്റ് ആവുന്ന എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. സോ സ്പോർട്സ് പേജ് വായിക്കുമ്പോൾ ആ ഒരു എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും ഗെയിംസ് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് ഇൻ്റർനാഷണൽ എന്താ പറയുക ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് സ്പോർട്സ് പഠിക്കാനായിട്ട് നോക്കുക. നൗ വി ഹാവ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് പേജ് ഉണ്ട്. സോ ഈ വേൾഡ് പേജ് വരുമ്പോഴത്തേക്ക് അവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ആൻഡ് എനി അതർ നേഷൻ എന്തെങ്കിലും റിലേഷൻസ് റിലേറ്റഡ് ന്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് നല്ല ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ UK ഇന്ത്യ ഇൻഫ്രാ ബ്രിഡ്ജ് ആ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് UK ഇന്ത്യ ഇൻഫ്രാ ബ്രിഡ്ജ്, അതെങ്ങനെയാണ് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് UK ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക് പ്രൊവിഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് UK ഇന്ത്യ റിലേഷൻസിൻ്റെ വേറെ എന്തെങ്കിലും പോളിസീസ് ഉണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും ഡിഫൻസ് റിലേറ്റഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിങ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ UK ഗവൺമെൻറ് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യ UK റിലേഷൻസിൽ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള മറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഈ പെർട്ടിക്കുലർ ടോപ്പിക്ക് വായിക്കുന്ന സമയത്ത് തന്നെ ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനാണ്. നൗ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് PM hosted in Parliament confidence motion. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ French PM was hosted in the history of modern France to be hosted in a confidence motion rather than a no confidence motion. So he was the first person who was hosted from his position in a confidence motion. So you should identify what exactly is a confidence motion and a no confidence motion. What is the difference between that? And ഇപ്പോഴത്തെ ഫ്രഞ്ച് PM ആരായിരുന്നു, തൊട്ട് മുന്നേ ഉള്ള ഫ്രഞ്ച് PM ആരായിരുന്നു, ആദ്യത്തെ ഫ്രഞ്ച് PM ആരായിരുന്നു, ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്, ആൻഡ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ UK കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആണ് നമ്മൾ തമ്മിലുള്ളത്, ഡിഫൻസിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഫ്രാൻസ് ഇന്ത്യക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യയിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം നോക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഇസ് ഇൻ ഫ്രാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ആ ഒരു ഏരിയയും അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളത്. സോ ആൻഡ് വേൾഡിൽ വരുന്ന ന്യൂസ് എല്ലാം വായിക്കുക, ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നൗ ബിസിനസ് പേജിലോട്ട് വരുമ്പം ബിസിനസ് പേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബൈലേറ്ററൽ എഗ്രിമെൻറ്റ്സ് ഇക്കണോമിക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ന്യൂസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ RBI അല്ലെങ്കിൽ SEBI ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ IRADA അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, വെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ഹൂ ഇസ് ദ കറൻറ്റ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ലൈക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ്, എങ്ങനെയാണത് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ SEBI ആണെങ്കിൽ ഫോക്കസ് ഓൺ SEBI എന്നാ എസ്റ്റാബ്ലിഷ് ആയത്, ആരാണ് ചീഫ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് SEBI ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. ആൻഡ് നൗ ഇന്ത്യ ഖത്തർ ലൈക്ലി ടു ഫൈനലൈസ് ടേംസ് ഓഫ് റെഫറൻസ് ഫോർ FTA. അപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഖത്തർ. സോ ഇന്ത്യ ഖത്തർ റിലേഷൻസ് എങ്ങനെയാണ്, എന്താണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ചെയ്യാനുള്ളത് ആഫ്റ്റർ റീഡിങ് ദ ന്യൂസ് പേപ്പറാണ്. സോ ന്യൂസ് പേപ്പർ വായിക്കുക ചെയ്യണം എന്നല്ല, ആദ്യം എൻറ്റയർ ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു ആർട്ടിക്കിൾ ഫുള്ള് വായിക്കുക, ആൻഡ് ദെൻ ഗോ ടു ദ റീസെർച്ച് ഓഫ് ഈച്ച് ഓഫ് ദീസ് ടോപ്പിക്സ്. അങ്ങനെയാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നൗ കമ്മിങ് ടു നാഷണൽ ന്യൂസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിവിടെ ഇപ്പം മോർ ദാൻ 4 ന്യൂസ് ഉണ്ട്. ഞാനതിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഭൂപൻ ഹസാരികാസ് ബർത്ത് സെൻറ്റനറി ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു നോ ഹൂ ഇസ് ഭൂപൻ ഹസാരിക, വാട്ട് ആർ ഹിസ് കോൺട്രിബ്യൂഷൻസ്, ആൻഡ് ലൈക്ക് what are the initiatives that the government has taken related to him. For example, we have Bhuban Hazarika Bridge,
സോ എന്താണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്, അല്ലെങ്കിൽ എവിടെയാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഹൂ എക്സാക്ട്ലി വാസ് ഭൂപൻ ഹസാരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വേണം ആ ഒരു പെർട്ടിക്കുലർ ന്യൂസിനെ നമ്മൾ GK ആക്കി മാറ്റാനായിട്ട്, അതർ ദാൻ റീഡിങ് ദ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ. സോ അങ്ങനെ വായിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇവിടെ ബേർഡ് സെൻറ്റിനറിയാണ്, നിങ്ങൾക്കറിയാം ഈ ക്ലാറ്റ് കൺസോർഷ്യത്തിന് എപ്പോഴും ഇഷ്ടമാണ് 100th ആനിവേഴ്സറി അല്ലെങ്കിൽ 100 years ഓഫ് സംതിങ് അല്ലെങ്കിൽ 75 years ഓഫ് സംതിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ക്ലാറ്റിന് എപ്പോഴും ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂപൻ ഹസാരികിനെ കുറിച്ച് ഒരു എൻറ്റയർ പാസേജ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ആസാമിനെ കുറിച്ച് എന്തെങ്കിലും റിലേറ്റഡ് ഒരു പാസേജ് വരുമ്പോൾ ഭൂപൻ ഹസാരികയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ നിങ്ങൾക്കപ്പോൾ ഭൂപൻ ഹസാരിക റീസെൻ്റ്ലി ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് സച്ച് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദെയർ ഓൾസോ. ആൻഡ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് തന്നെയാണ്. കാരണം റീസെൻ്റ്ലി ഒരു ഒരു 1 month ആയിട്ട് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനും വൈസ് പ്രസിഡൻറ്റിൻ്റെ റെസിഗ്നേഷനും ഒക്കെ ന്യൂസിലുണ്ട്. സോ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ്, എങ്ങനെയാണ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത്, കാരണം അത് റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റി ഉള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ വരുന്ന ഓരോ പെർട്ടിക്കുലർ പ്രോസസ്സിനെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ കുറിച്ചായിക്കോട്ടെ ഉള്ള പറയുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ന്യൂസ് GK ആക്കി മാറ്റാനും അതുപോലെ തന്നെ ന്യൂസ് നിങ്ങളുടെ കോംപ്രിഹെൻഷന് യൂസ് ചെയ്യാനും യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇസ്രായേലി ഫൈനാൻസ് മിനിസ്റ്റർ വിസിറ്റ്സ് ഇന്ത്യ സൈൻസ് ബൈലേറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി, എന്താണ് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ്, എന്താണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ OECD എന്ന് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹൂ ഓൾ ആർ ദ മെമ്പേഴ്സ്, എന്നാണ് സ്റ്റാർട്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതർ ദാൻ റീഡിങ് ദ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുക. സോ ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് ന്യൂസ് പേപ്പറിൻ്റെ പോർഷൻ വായിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കാണും, അറിയാത്ത കുറച്ച് കാര്യങ്ങളും കാണും. സോ അറിയാത്ത കാര്യങ്ങൾ എന്താണെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ദെൻ റീഡ് ദ ഹോൾ ആർട്ടിക്കിൾ സോ ദാറ്റ് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. സോ ഇങ്ങനെ നിങ്ങൾ ഒരു 2 months ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഫാമിലിയർ ഫോർ യു. ആൻഡ് ഐഡിയൽ ടൈം ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour ഒക്കെ എടുക്കും. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ബൈ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഓർ ഒക്ടോബർ അതൊരു ½ an hour ആയിട്ട് മാറുന്നുണ്ടെന്ന്. സോ ½ an hour ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് മീൻ ദാറ്റ് നിങ്ങൾ എൻറ്റയർ ന്യൂസ് പേപ്പർ വായിക്കണം. യു ക്യാൻ എക്സ്ക്ലൂഡ് ദ ലോക്കൽ പേജസ്. അതല്ലാതെ നിങ്ങളൊരു ½ an hour എൻറ്റയർ ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കണം. ഇൻ എ വേ ദാറ്റ് യു ആർ നോട്ട് മിസ്സിങ് എനി എഡിറ്റോറിയൽ ഓർ യു ആർ നോട്ട് മിസ്സിങ് എനി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ന്യൂസ് പേപ്പർ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എഡിറ്റോറിയൽ എടുത്ത സമയത്ത് ഒപ്പീനിയൻ പേജ് എടുത്ത സമയത്ത് ഈ ഒരു ഡേറ്റയുടെ കാര്യം പറഞ്ഞു. ഞാൻ യൂഷ്വലി ഈ ഡേറ്റ പേജസ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ പേജ് സ്കിപ്പ് ചെയ്യുന്നത് ഇസ് റിസ്കി. കാരണം വാട്ട് ഇഫ് ക്ലാറ്റ് പാസേജിൽ എൻറ്റയർലി ഡേറ്റ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്കത് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ. നിങ്ങളുടെ റാങ്ക് മേക്കിങ്ങിന് അത് റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വൺ തിങ് യു ക്യാൻ ഡൂ ഇസ് ദാറ്റ് ഇങ്ങനെയുള്ള ഡേറ്റ പാസേജസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഏറ്റവും ലാസ്റ്റിലത്തേക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ടൈം എടുത്ത് ഫിഗേഴ്സ് വരച്ച് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ നൗ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ ആൻഡ് ഹൗ ടു effectively utilize it in such a way that you will improve your comprehension skills and how it can contribute to your GK and CA. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ആൻഡ് I hope it is clear for you. Thank you so much.